ക്രിസ്മസ് ആയിട്ട് നിങ്ങളെല്ലാവരും എന്താ പരിപാടി? ഇവിടെ ലിയമോക്ക് മീതു ഒരു ഹൈഡ്രജൻ ബലൂൺ വാങ്ങി വന്നിട്ടുണ്ട്. ക്രിസ്മസ് അപ്പൂപ്പൻ്റെ രൂപത്തിലാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടി. ഇത് ഞാൻ വിടാണ്ട് പിടിച്ചിരിക്കുകയാണ്. മുകളിലോട്ട് വിട്ട ഇതാണ് അവസ്ഥ. അവിടെ പോയി നിൽക്കുന്നുണ്ട്. അധികം സമയം ഇതിനെ കൊണ്ട് കളിച്ചു പോക്കാനില്ലാത്തത് കൊണ്ട് തന്നെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയിരുന്നേ. ബിരിയാണിയാണ് വെക്കുന്നത്. അമ്മേൻ്റെ കൈകളാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമ്മയാണ് എനിക്ക് ഹെൽപ്പിനുള്ളത്. സാദാ ചോറും ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം റെഡിയായി. എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് വലിയ പന്തികേടൊന്നും തോന്നുന്നുണ്ടാവില്ല, എന്നാലും ചെറിയൊരു പന്തികേടുണ്ട്. എനിക്ക് വയ്യ കേട്ടോ. ഇന്ന് പെട്ടെന്നൊരു തൊണ്ടവേദനയും ചെറിയൊരു പനിക്കോളുണ്ട്. എന്നാലും ക്രിസ്മസിന് കേക്കിനൊന്നും ഒരു കുറവുണ്ടായിട്ടില്ല. കേക്കും വാങ്ങിയിട്ടുണ്ട്. ഇത് ബ്രൗണിയാണ് കേട്ടോ. നല്ല ബ്രൗണിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ വാങ്ങിയത് ഒരു വാനില കേക്കായിരുന്നേ. അതായത് ബട്ടർ കേക്ക് എന്ന് പറയാം നമുക്കിതിന്. അതും കൊള്ളായിരുന്നു, നല്ലതായിരുന്നേ. ഞാനിതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ വോയിസ് ഓവർ കൊടുക്കുന്നത്. അത് കഴിഞ്ഞൊരു ക്യാരറ്റ് പുഡിങ് കേക്കാണ്, എലൈറ്റിൻ്റെയാണ്. അത് പിന്നെ പറയണ്ടല്ലോ, അത്യാവശ്യം നല്ലതായിരുന്നു. അത് കഴിഞ്ഞ് പുറത്തോട്ട് പോയിരുന്നേ. കുറച്ച് പടക്കങ്ങൾ വാങ്ങാനാണ്. അങ്ങനെ പടക്കം വാങ്ങി വീട്ടിൽ വന്ന് രാത്രി കത്തിക്കുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ ക്രിസ്മസ് അടിപൊളിയായിട്ട് പോയിട്ടുണ്ട്. ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും ഭംഗിയായിട്ടുണ്ട്. കൂടെ അമ്മയും കൂടെ ഉള്ളതുകൊണ്ട് അടിപൊളിയായിട്ടുണ്ട്. ഞങ്ങൾ വടകര അങ്ങനെ ക്രിസ്മസ് ഒന്നും കൂടുതലായിട്ട് ആഘോഷിക്കാറില്ല, പക്ഷേ ന്യൂ ഇയർ അടിച്ചു പൊളിക്കാറുണ്ട്. അപ്പോൾ ഈ ക്രിസ്മസ് ഇവിടെ ചെങ്ങന്നൂർ അടിച്ചു പൊളിച്ചു. അപ്പോൾ നിങ്ങൾ ഈ വർഷത്തെ ക്രിസ്മസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയണേ. ചിലപ്പോൾ ഈ വീഡിയോ ക്രിസ്മസ് കഴിഞ്ഞ് പിറ്റേ ദിവസമായിരിക്കും നിങ്ങൾ കാണുന്നുണ്ടാവുക. എന്നാലും വേണ്ടില്ല, എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ ഓക്കെ, ബൈ.